Hi all, very long good morning. നമ്മുടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് BSOG 171 ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഇന്നലെ പകുതി ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ ആണ്. ഇവിടെ അപ്രോച്ചസ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ ആണ് നമ്മൾ ഇന്നലെ നോക്കിയത്. എന്തൊക്കെ അപ്രോച്ചിലൂടെയാണ് ഇന്ത്യൻ സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്നത്? 4 അപ്രോച്ചാണ്. കാറ്റലോഗിങ് ഓഫ് ട്രയഡ്, reading of cultural lessons, study of cultural communication, analyzing Indian civilization as a type. ഇനി ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക് ആണ് അണ്ടർസ്റ്റാൻഡിങ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജോഗ്രഫി അല്ലെ, ഇന്ത്യ പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റലും ഹില്ലി ഏരിയാസും കാടും മരുഭൂമിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇന്ത്യ. അപ്പം ഇന്ത്യയുടെ ജോഗ്രഫി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ആയിട്ടുള്ള ഓപ്ഷൻ. Understanding the geography of India. Indian civilization has a complex and deeply rooted historical traditions with a wide variation in custom and behavior regionally and with the social structure of a particular region. Kando, Indian civilization ഒരു കോംപ്ലക്സ് ആണ്, സിമ്പിൾ അല്ല, കോംപ്ലക്സ് ആണ്, ഡീപ്ലി റൂട്ട് ചെയ്ത് കിടക്കാണ് ഹിസ്റ്ററിയിൽ, ഹിസ്റ്റോറിക്കൽ ട്രഡീഷനിൽ. വൈഡ് വാരിയേഷൻ കസ്റ്റംസ് ആൻഡ് ബിഹേവിയർ ഉണ്ട് അല്ലെ. കസ്റ്റംസും ബിഹേവിയർ ഇപ്പൊ ഓണാഘോഷം, നിങ്ങൾ ഒന്നും വേണ്ട, തെക്കത്ത് ഓണാഘോഷമല്ല വടക്ക് അല്ലെ. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ദക്ഷിണ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. അവര് എന്താ പറയാ, ഓണം സെലിബ്രേറ്റ് ചെയ്ത് കാണാൻ എന്ത് രസമായിരുന്നു അല്ലെ. അട ഉണ്ടാക്കിയ അട ചന്ദ്രന്റെ സൂര്യന്റെ രീതിയിൽ അട ഉണ്ടാക്കിയിട്ട് അത് അമ്പ ചെയ്ത് വീഴ്ത്ത ആർക്കോ ഹീറോ കണ്ട് ഓണത്തപ്പനെ. അത് അവിടെ മാത്രം കണ്ടുവരുന്ന ട്രഡീഷനാണ്. ഇവിടെ തന്നെ ആ ഒരു എന്താ പറയാ, ഓണത്തപ്പൻ എന്തോന്ന് പറയാ അതിന്, ഒരു മണ്ണോണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നത്. അത് ചില സ്ഥലത്തുണ്ട്, ചില സ്ഥലത്തില്ല അല്ലെ. വേരിയേഷൻ ഇൻ കസ്റ്റം ആൻഡ് ബിഹേവിയർ റീജിയണലി ഉണ്ട്. ആൻഡ് ദ സോഷ്യൽ സ്ട്രക്ചർ ഫോർ പെർട്ടിക്കുലർ റീജിയൻ. സോഷ്യൽ സ്ട്രക്ചർ വേറെ തന്നെയാണ് ഒരു പെർട്ടിക്കുലർ റീജിയൻ. Much of the diversity and regional variation in India may be explained on the grounds of variation in her geography. കണ്ടോ, ഈ റീജിയണൽ വേരിയേഷൻ, അതിലുണ്ടാവുന്ന വൈവിധ്യങ്ങൾ നമുക്ക് ഈ ജിയോഗ്രഫി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് റീജിയണലി തന്നെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അല്ലേ, അത് നമുക്ക് എന്ത് വെച്ചിട്ട് പറയാന്നാ പറയുന്നത്. ഇപ്പൊ ഒരു തീരപ്രദേശമാണ്, അവിടെ ചക്കി മാങ്ങിയൊന്നും ഉണ്ടാവില്ല. സോ അവർക്ക് ആ രീതിയിലായിരിക്കും അവരുടെ. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി അവര് ആ ഒരു തീരപ്രദേശത്തായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു ഞങ്ങളെ വീട്ടിലുള്ളപ്പോ ഞങ്ങള് ഓണത്തിന്, എല്ലാ ഓണത്തിനും ഫുഡ് കഴിക്കാൻ പോവാം. ഞാൻ സദ്യ കൊച്ചിയാണ്, എന്നെ അറിയുന്നവർക്കറിയാം, സദ്യ എന്ന് ഞാൻ വീണുമായിരിക്കും. അവർക്ക് മീൻകറിയും മീനും ഉണ്ടാവും, നിർബന്ധമായിട്ടും ഉണ്ടാവും. അവർ ആ ഒരു എന്താ പറയാ, യൂഷ്വൽ സദ്യന്റെ ഐറ്റത്തിനേക്കാളും മീൻകറിയും ഫിഷ് ഫ്രൈയും ഉണ്ട്. ആൻഡ് കണ്ണൂരാണെന്ന് തോന്നുന്നു ഒരു നടി പറഞ്ഞിട്ട് ഞങ്ങളെ സദ്യയിൽ ചിക്കൻ പൊരിച്ചുണ്ട്. അതാണ്. അപ്പം ആ ഡൈവേഴ്സിറ്റി അനുസരിച്ചിട്ടാണ്. ആ ഒരു ഡൈവേഴ്സിറ്റി, റീജിയണൽ വേരിയേഷൻസ് ജോഗ്രഫി വെച്ച് പറയാം. തീരപ്രദേശത്ത് മീനാണല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുക, അപ്പൊ അവരുടെ സദ്യയിൽ മീനുണ്ട്. Further, it is a basic physiography of India that has provided a broad framework for persistent historical, cultural, and political pattern. Kando. Further, basic physiography and geography, physical aയിട്ടുള്ള സ്വഭാവങ്ങൾ, India that has provided a broad framework. ഈ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. Historical, cultural, and political background. It therefore become significant to take an account of its historical geography. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോഗ്രഫി, ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി പഠിക്കേണ്ടത് ഇന്ത്യൻ സിവിലൈസേഷന്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. കോൺ തന്നെയാണ് അപ്രോച്ചസ് പറഞ്ഞ കോൺ തന്നെയാണ്. ലിസ്റ്റ് 3 zones in which India may be divided in a broad geographical way. 3 സോൺ ആക്കിയിട്ടാണ്. പെരിനിയൽ ഓർ ന്യൂക്ലിയർ സോൺ, റൂട്ട് സോണ്, സോൺസ് ഓഫ് റിലേറ്റീവ് ഐസൊലേഷൻ, ഇങ്ങനെ 3 സോൺ ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ട് ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ഇന്ത്യൻ സിവിലൈസേഷൻ ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആണ്. ഹിസ്റ്റോറിക്കൽ ട്രഡീഷനിൽ റൂട്ട് ചെയ്ത് കിടക്കാണ്. അതുപോലെ തന്നെ വൈഡ് വേരിയേഷൻ ഉണ്ട് കസ്റ്റംസിലും ബിഹേവിയറും റീജിയണലി. ഈ റീജിയണലി ഉണ്ടാകുന്ന വേരിയേഷൻസ് ഒക്കെ നമുക്ക് അതിനെ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാമെന്നാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. കോഡ് അതിനെ കൊണ്ട് തന്നെ 3 സോൺ ആക്കിയിട്ട് ഇന്ത്യൻ സിവിലൈസേഷനെ തരംതിരിച്ചിട്ടുണ്ട്. ജിയോഗ്രഫിക്കലി അതിന്റെ എന്താ പറയാ, ജോഗ്രഫിക്കൽ നേച്ചർ അനുസരിച്ച്, അതിന്റെ പരിസ്ഥിതി അനുസരിച്ചിട്ട് 3 സോൺ. ഏതൊക്കെ സോൺ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ.
perennial or nuclear zone, root zone, zone of relative isolation. Introduction okayano? Paranja introduction okayano? Very good. ഇനിയാണ് ഫസ്റ്റ് സോൺ പെരിനിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ സോൺ. പെരിനിയൽ സോൺ അല്ലെങ്കിൽ ന്യൂക്ലിയർ സോൺ. ദ പെരിനിയൽ സോൺ ആർ ദ ഫെർട്ടൈൽ റിവർ ബേസിൻസ്, plains and delta. Historically, they have been centers, nucleus of human settlement, high population density, political activity, and a stable state system. Perennial zone എന്ന് പറയുന്നത് നല്ല വളക്കൂറുള്ള നദീ തീരങ്ങളാണ്. ഫെർട്ടൈൽ റിവർ ബേസിൻസ്, പ്ലെയിൻസ് ആൻഡ് ഡെൽറ്റ. ഓക്കെ, ഫെർട്ടൈൽ ബേസിൻസ് ഉണ്ട്, റിവർ ബേസിൻസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഡെൽറ്റ ഉണ്ട്. ഹിസ്റ്റോറിക്കലി ഇവിടെ സെന്റേഴ്സ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ്. അറിയാലോ, മനുഷ്യൻ സെറ്റിൽ ചെയ്തത് വളക്കൂറുള്ള, ആദ്യമായിട്ട് സെറ്റിൽ ചെയ്തത് ആദ്യമ മനുഷ്യൻ എങ്ങനെയായിരുന്നു? പിന്നെ പഴങ്ങളും പച്ചക്കറികളും കിട്ടുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. പിന്നെ ഓന് കിട്ടാതെ അവന് മനസ്സിലായി ഇതൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കണം. അപ്പൊ അവൻ എന്ത് ചെയ്തു? വളക്കൂറുള്ള നദീതടങ്ങളിലും അങ്ങനത്തെ സ്ഥലത്തൊക്കെ സെറ്റിൽ ചെയ്തു. അതാണ് പെരിനിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ സോൺ. They have settled agricultural practices. അവിടെ വെച്ചിട്ട് കൃഷി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. They are known of being trade centers of agriculture and craft commodities. കണ്ടോ, ഈ ന്യൂക്ലിയർ അല്ലെങ്കിൽ പെരിനിയൽ സോൺ ആണ് എന്ത്? ട്രേഡ് സെന്റേഴ്സ് ഓഫ് അഗ്രികൾച്ചറും ക്രാഫ്റ്റ് കമ്മോഡിറ്റി. അത് ട്രേഡ് ചെയ്യാൻ, കച്ചവടം ചെയ്യാനൊക്കെ തുടങ്ങിയത് ഈ പെരിനിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ സോണിൽ വെച്ചിട്ടാണ്. Various pre-modern and modern cities have emerged in nuclear zone. ഒരുപാട് പ്രീ മോഡേൺ മോഡേൺ സിറ്റീസ് ഒക്കെ ന്യൂക്ലിയർ സോണിൽ എമേർജ് ചെയ്തത്. India is marked by such zones both in North and South India. ഈ ന്യൂക്ലിയർ ആൻഡ് പെരിനിയൽ സോൺ നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, സൗത്ത് ഇന്ത്യയിലുണ്ട്. നോക്കാം. Historically, the river basins and plains around Peshawar തീരങ്ങള് led to the emergence of first nuclear zone in northern India, which is Gandhara, a town that is now in Pakistan. ഇപ്പൊ പാകിസ്ഥാനിലാണ് ഈ ഗാന്ധാര ഉള്ളത്. അപ്പൊ നോക്കിക്കേ, ന്യൂക്ലിയർ സോണില് നോർത്തിൽ വരുന്ന ഫസ്റ്റ് റിവർ ബേസിൻ ആൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് പെഷ്വാർ നദി തീരത്തായിരുന്നു. ആ ഒരു സിറ്റിനെ വിളിച്ച പേര് ഗാന്ധാര എന്നായിരുന്നു. ഇപ്പൊ ഗാന്ധാര ഇരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞപ്പോ പാകിസ്ഥാനിലാണ് ഇപ്പൊ അത് ഇരിക്കുന്നത്. This region played a pivotal, very important role in spreading the influence from Western and Central Asia to India. ഈ ഒരു ഗാന്ധാര എന്ന് പറഞ്ഞ സ്ഥലം വെസ്റ്റേണിലെയും സെൻട്രൽ ഏഷ്യയിലുള്ള ആളുകളെയൊക്കെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് the Sultaj Yamuna Dock and Ganges Jamuna Dock found the major nuclear zones of North. ഈ രണ്ടെണ്ണാണ്. സുൽത്തജ് ജമുന യമുന നദിയാണ് കേട്ടോ. ജമുന ഡോക്ക് ആൻഡ് ഗംഗീസ് ജമുന ഡോക്ക്, രണ്ട് മേജർ ന്യൂക്ലിയർ സോൺസ് ഫോർ നോർത്ത് ആണ്. ഓക്കെ, ഇവിടെ റിവർ ബേസിലും പ്ലെയിൻസും ആണ് ഏത്? പെഷ്വാർ. ഇവിടെ ന്യൂക്ലിയർ സോൺസ് ഓഫ് നോർത്ത് ആയിട്ട് വരുന്നത് സുൽത്തജ് ജമുന ഡോബും Ganges Jamuna Dam. These comprise of cities like Kurukshetra, Panchala, Kanuj, Panipat, Delhi, Agra, which have a vibrant politico-historical past. സ്ഥലങ്ങൾ ഇരിക്കുന്ന അവിടെ കര കുരുക്ഷേത്ര, പാഞ്ചല, കനൌജ്, പാനിപ്പത്ത് യുദ്ധമൊക്കെ നടന്ന സ്ഥലം, ഡൽഹി, ആഗ്ര, ഇതൊക്കെ വൈബ്രന്റ് പൊളിറ്റിക്കോ ഹിസ്റ്റോറിക്കൽ പാസ്റ്റുകൾ. ഒന്നും വേണ്ട, ആഗ്ര മാത്രം എടുത്തു നോക്കിയാൽ മതി അല്ലേ? നമ്മുടെ ഷാജഹാൻ മുംതാസിന് വേണ്ടി ശരിക്കും എന്താ പറയാ, താജ്മഹലൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നും. കാരണം ഭാര്യയ്ക്ക് വേണ്ടി, എത്രാമത്തോ ഭാര്യയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോണ്യുമെന്റ് വൈറ്റ് താജ്മഹൽ ഉണ്ടാക്കുന്നു. അതിനപ്പുറത്ത് ഒരു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്താ പറയാ, നികുതി പണമൊക്കെ ഷാജഹാൻ എടുത്ത് ഇങ്ങനെ ചെയ്യാന്ന് കണ്ടിട്ട് ഷാജഹാന്റെ മകൻ ഷാജഹാനെ തടവറയിലാക്കുന്നു. അങ്ങനെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്നൊക്കെ. പാനിപ്പത്ത്, ഡൽഹി, ആഗ്ര, കുരുക്ഷേത്ര. ഓക്കെ, അപ്പൊ അവിടെയുള്ള രണ്ടെണ്ണം ഏതാക്കാണ്? സുൽത്തജ് ജമുന ഡോബും ഗാംഗീസ് ജമുന ഡോബ്. ഇനി കൊസാല, ദ present day central Uttar Pradesh, Bengal and Saurashtra, the contemporary Gujarat are other examples of nuclear zones of north. പിന്നെ കൊസാലയുടെ present സെൻട്രൽ ഉത്തർപ്രദേശും ബംഗാളും സൗരാഷ്ട്രയും കൂടി ചേർന്നതാണ് കൊസാല. അതുപോലെ തന്നെ കണ്ടംപററി ഗുജറാത്ത് ഒക്കെയാണ് ന്യൂക്ലിയർ സോൺസ് ഓഫ് നോർത്തിന്റെ എക്സാമ്പിൾസ്.
പറഞ്ഞു വന്നത് പെരിനിയൽ ന്യൂക്ലിയർ സോൺ ആണ്. ഈ പെരിനിയൽ ന്യൂക്ലിയർ സോൺ എന്ന് പറയുന്നത് വളക്കൂറുള്ള റിവർ ബേസിൻസ്, പ്ലെയിൻസും ഡെൽറ്റ ആണ്. ഹിസ്റ്റോറിക്കലി ഇതിന് ഭയങ്കര പ്രാധാന്യം എന്ന് വെച്ചാൽ ഹ്യൂമൻസ് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയത് അവിടെയാണ്. അതുപോലെ തന്നെ ഹ്യൂമൻസ് ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെയാണ്. ഇന്ത്യയിലാണെങ്കിൽ നോർത്തിലും ഉണ്ട് സൗത്തിലും ഉണ്ട് ഈ ഒരു പെരിനിയൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ സോൺ. അതിൽ കുറച്ച് നോർത്തിലുള്ളത് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളെ ഗാന്ധാര, പെഷ്വാർ നദീതരത്തുള്ള ഗാന്ധാരയാണ് ഫസ്റ്റ് ന്യൂക്ലിയർ സോൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ അത് പാകിസ്ഥാനിലാണ് ഉള്ളത്. ഇതൊരു പിവറ്റൽ റോൾ ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺസിനെയും ഏഷ്യൻകാരെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ. പിന്നെ പറയുന്നത് സുൽത്താൻ ജമുന ഡോബും ഗംഗീസ് ജമുന ഡോബും, അത് നോർത്തിൽ തന്നെയാണ്. അവിടെ ഇപ്പൊ അത് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് കുരുക്ഷേത്ര, പാഞ്ചാല, കനൌജ്, പാനിപ്പത്ത്, ഡൽഹി ആകട്ടെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കോ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലമാണ്. പിന്നെ കൊസാല, അതുപോലെ തന്നെ കണ്ടംപററി ഗുജറാത്ത് ഒക്കെയാണ് ന്യൂക്ലിയർ സോണുകളിലെ വേറെ ഉദാഹരണങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ ആണോ? വെരി ഗുഡ്. Each of these zones have different linguistic tradition and owing to topographical and climate variations have evolved in a distinctive cropping pattern. There are 5 major nuclear zones in South. നീ പറയുന്നത് ഈ ഓരോ സോൺസിനും ഓരോ സോണുകൾ എടുത്തു നോക്കിയാലും എന്താ പറയുന്നത്, അവർക്ക് ഡിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് ട്രഡീഷൻ, വേറെ വേറെ ഭാഷകളാണ്, ടോപ്പോഗ്രാഫി വേറെയാണ്, ക്ലൈമറ്റ് വേരിയേഷൻസ് പോലും ഓരോ ന്യൂക്ലിയർ സോണിലും വേറെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ക്രോപ്സും വേറെ വേറെയാണ്. കണ്ടോ, ഈ ഓരോ ന്യൂക്ലിയർ, ഇപ്പൊ നോർത്തിലുള്ള ഓരോ ന്യൂക്ലിയർ സോൺ എടുത്താലും അവർക്ക് ഓരോ ന്യൂക്ലിയർ സോണിനും വേറെ വേറെ ടോപ്പോഗ്രാഫിയാണ്, വേറെ വേറെ ലിംഗ്വിസ്റ്റിക് ആണ്, വേറെ വേറെ ക്ലൈമറ്റ്സ് ആണ്. ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ക്രോപ്പിംഗ് പാറ്റേണും വ്യത്യാസമുണ്ട്. ഇനി സൗത്ത് ഇന്ത്യയിലെ ന്യൂക്ലിയർ ആണ് പറയുന്നത്. ദീസ് ആർ ആന്ധ്ര, തമിഴ്നാട്, കേരള, മഹാരാഷ്ട്ര ആൻഡ് മൈസൂർ. ആന്ധ്ര, തമിഴ്നാട്, സൗത്ത് മൊത്തം തന്നെ പറയാം. Andhra is the home of Telugu-speaking people. It is constituted by rich agricultural delta area of Godavari and Krishna. ഇവിടെ ഗോദാവരി നദീ തീരവും കൃഷ്ണ നദീ തീരവുമാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിന് കേട്ടോ. തമിഴ്നാട് is the site of Chola and Pandya, ചോള രാജാക്കന്മാരും പാണ്ഡ്യ രാജാക്കന്മാരും, and inhabits Tamil speaking people ആണ്. It comprises of fertile plains of Penna river and Kaveri delta and is densely populated. ഒത്തിരി ആളുകൾ താമസിക്കുന്നതാണ്. മഹാരാഷ്ട്ര is Marathi speaking area. It appears similarly with Mysore, the home of Kannada speaking population, agricultural practices. ഇവിടെ മഹാരാഷ്ട്രയിൽ കുറച്ചുകൂടി മൈസൂരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. കന്നഡ സ്പീക്കിംഗ് പോപ്പുലേഷൻ, അഗ്രികൾച്ചർ പ്രാക്ടീസസ് ആണ്. Both of the zones are known for dry agriculture with millet, maize and gram being prominent crops. ഈ സോണുകളിലൊക്കെ എന്താണ് അഗ്രികൾച്ചർ ചെയ്യുന്നത്? മില്ലറ്റ്, gram, maize, ചോളൊക്കെയാണ്. Also, unlike Tamil Nadu, the 2 zones display a disparate settlement pattern. ഈ സോണുകളിലൊക്കെ എന്താണ് തമിഴ്നാടു പോലെ അല്ലാതെ ഈ സോണുകളിലൊക്കെ സെറ്റിൽമെന്റ് പാറ്റേണിൽ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. കേരള മലബാർ ഫോംസ് ദ സൗത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ. കാണാം, കേരള മലബാർ മേഖലയാണ് സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. It stands distinct from other zones in the south owing the highest due to the Nilgiri ranges and the rain it receives. ഇവിടെ ഈ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിനൊക്കെ ആന്ധ്രാപ്രദേശിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. എന്തുകൊണ്ടാ? നീൽഗിരി റേഞ്ചസ്, നീലഗിരി മലനിരകളും നമുക്ക് കിട്ടുന്ന മഴയും ഇതാണ് നമ്മളെ എന്താണ് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മലബാർ കേരളയായിട്ട് മാറ്റുന്നത്. The Western Ghats isolate it from other zones in south and render it a distinct culture and social culture visible in the practice of matrilineal by the Nair community. കണ്ടോ, എനിക്ക് നായർ കമ്മ്യൂണിറ്റിയുടെ അല്ല മാട്രിലിനി എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കല്യാണ സിസ്റ്റത്തിനൊക്കെയാണ് എന്നാണ്. അപ്പൊ വെസ്റ്റേൺ ഗാർഡ്സ് ഐസൊലേറ്റഡ് അതർ സോൺ. നമ്മള് എന്താ പറയാ, ഈ ഒരു സൗത്ത് വ്യത്യസ്തപ്പെട്ട് കിടക്കാണ്. ഒരുപാട് കൾച്ചർ ആൻഡ് സോഷ്യൽ സ്ട്രക്ചറിലെ വ്യത്യാസമുണ്ട്. അതിപ്പോ നായർ കമ്മ്യൂണിറ്റിയിലുള്ള മെട്രിലിനിയൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. However, similar to Andhra and Tamil Nadu, Kerala displays agriculture based wet rice cultivation. അപ്പൊ ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലായാലും സൗത്ത് ഇന്ത്യക്കാർക്ക്, അതായത് നമ്മള് സൗത്ത് ഇന്ത്യക്കാർക്ക് ഉച്ചയാകുമ്പോൾ ഇച്ചിരി ചോറ് കിട്ടണം, അല്ലെങ്കിൽ എന്തോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കുണ്ട്. ഉച്ചയ്ക്ക് അരിഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു 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 പ്രശ്നമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒരു ഇത്തിരി ചോറും സാമ്പാറൊക്കെ കിട്ടിയ സന്തോഷം അല്ലെ? അതാണ് ആന്ധ്ര തമിഴ്നാട്ടിൽ കേരള ഡിസ്പ്ലേ അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ വെറ്റ് റൈസ് കൾട്ടിവേഷൻ. അഗ്രികൾച്ചറിൽ ഇപ്പൊ നോർത്ത് സോൺ എടുക്കാൻ അവർക്കൊക്കെ നൂറ പറയുന്നു, യെസ്,
മലയാളികൾക്ക് പ്രത്യേകിച്ച് ഈ ഡയറ്റ് എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ചപ്പാത്തി ഒക്കെ തിന്നാന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പോകും. അല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല, അത് വേറെ പ്രശ്നം. ഉച്ചയ്ക്ക് ചപ്പാത്തി തിന്നാന്ന് കൊന്നാലും ഞാൻ ചെയ്യില്ല. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറോ കഞ്ഞിയോ, അതെ, അതെന്തോ ഒന്ന് ഭക്ഷണം കഴിക്കാത്ത പോലെയൊക്കെ തോന്നും. കഞ്ഞി ആയാലും കുഴപ്പമില്ല കേട്ടോ, കഞ്ഞിയോ ചോറ്, കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ചോറ്. ഓക്കെ. അപ്പോ നോർത്തിൽ പറഞ്ഞാലും അവർക്ക് ഒരുപാട് ക്രോപ്പിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഏകദേശം വെറ്റ് റൈസ് ഒക്കെ ഒരേപോലെയാണ്, അല്ല വെറ്റ് റൈസ് ഒരേപോലെയാണെന്ന് പറയും. അപ്പൊ സോൺസ്, പെനിലാർ സോൺസ്, പെരിനിയൽ സോൺസ് ഇൻ സൗത്ത് ആണ് പറയുന്നത്. ഇവിടെ ആന്ധ്രയിലുണ്ട്, തമിഴ്നാടിലുണ്ട്, കേരളയിലുണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, മൈസൂർ, ഇങ്ങനെ 5 എണ്ണാണ് പറയുന്നത്. ആന്ധ്രയിൽ തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ ആണ്. അവിടെ റിച്ച് അഗ്രികൾച്ചറൽ ഡെൽറ്റ ഏരിയാസ് ആണ്. എവിടെയാ വരുന്നത്? ഗോദാവരിയുടെയും കൃഷ്ണയുടെയും. ആന്ധ്രാപ്രദേശില് ഗോദാവരി കൃഷ്ണ നദിയുടെ തീരങ്ങളിലാണ് വരുന്ന സോൺസ്. തമിഴ്നാട് ചോള പാണ്ഡ്യ കിങ്ഡത്തിന്റെ സൈറ്റ്സ് ആയിരുന്നു. തമിഴ് സ്പീക്കിംഗ് പീപ്പിൾ ആണ്. ഫെർട്ടൈൽ പ്ലെയിൻസ് ഓഫ് പെന്ന റിവർ ആൻഡ് കാവേരി ഡെൽറ്റയാണ് അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. മഹാരാഷ്ട്ര മറാഠി സ്പീക്കിംഗ് ആണ്. മൈസൂരുമായിട്ട് അതിന് സിമിലാരിറ്റി ഉണ്ട്. അവിടെ കന്നഡ സ്പീക്കിംഗ് പോപ്പുലേഷൻ ആണ്. അഗ്രികൾച്ചറൽ പാർട്ടീസ് ആണ്. ഇവിടെ എല്ലാ സോൺസിലും മില്ലറ്റ്, മെയ്സ്, ഗ്രാമൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇവിടെ കേരളമാണ് ഇത് കുറച്ച് വിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ നല്ല മഴ കിട്ടുന്നുണ്ട്, ഹയസ്റ്റ് ആയിട്ട് റെയിനും കിട്ടുന്നുണ്ട്. നീലഗിരി മലനിരകളും ഉണ്ട്. ഇവിടെ പിന്നെ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആന്ധ്രയും തമിഴ്നാടിനൊക്കെ സിമിലർ ആയിട്ട് നമ്മളൊക്കെ അരി കൃഷി ചെയ്യും. അപ്പൊ പെനിരിയൽ സോണ് നോർത്തിലും ഉണ്ട്, സൗത്തിലും ഉണ്ട്. ഇതാണ് നമ്മൾ വിശദമായിട്ട് നോക്കിയത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി രണ്ടാമത്തെ സോണാണ് റൂട്ട് സോൺ. ഓക്കെ. മാൽവ പ്രൊവൈഡ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ റൂട്ട് സോൺ. മാൽവയാണ് റൂട്ട് സോൺ. ഇറ്റ് കണക്ട്സ് നോർത്ത് ഇന്ത്യ വിത്ത് ദ വെസ്റ്റേൺ കോസ്റ്റ് ആൻഡ് ഡെക്കാൻ. നോർത്ത് ഇന്ത്യന് വെസ്റ്റേൺ കോസ്റ്റുമായിട്ട് ഡെക്കാനുമായിട്ട് കണക്ട് ചെയ്യുന്ന മാൽവയാണ് റൂട്ട് സോണിന്റെ. It acts as a passenger for invaders and traders to reach nuclear zones for attraction. കേട്ടോ, ഈ ന്യൂക്ലിയർ സോൺസിലേക്ക് ശ്രദ്ധിക്കട്ടെ, ഈ ന്യൂക്ലിയർ സോൺസിലേക്ക് കച്ചവടത്തിലേക്ക് റൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സോണാണ് റൂട്ട് സോൺ. It is a distinct cultural region lying towards southern of Aravalli ranges. Aravalli rangesലാണ് വരുന്നത്. It is a semi-arid region ആണ്. The root zone have no unified and persistent political. ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള പൊളിറ്റിക്കലോ ട്രഡീഷനോ ഒന്നുമില്ല. കാരണം അത് റൂട്ടാണ്. പല 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 പൊളിറ്റിക്കൽ ട്രഡീഷനാണ് അവിടെ ഉണ്ടാകുന്നത്. Socially and culturally, they are mosaics rather than having distinct culture and social structure. ഇവിടെ culturally mosaics ആണ് എന്നാണ് പറയുന്നത്. ദേ ആർ ഏരിയാസ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് മൈഗ്രന്റ് പോപ്പുലേഷൻ. കണ്ടോ, മൈഗ്രേറ്റ് ചെയ്തവര് സെറ്റിൽ ചെയ്ത സ്ഥലം, പോകുന്നവർ സെറ്റിൽ ചെയ്ത ഒരു സ്ഥലമാണ് ഈ റൂട്ട് സോൺ. അതായത് ഈ പെരിനിയൽ സോണിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയർ സോണിലേക്ക് കച്ചവടത്തിനായിട്ട് അട്രാക്ഷൻ ചെയ്ത് കച്ചവടത്തിനായിട്ട് പോകുന്ന ആ ഒരു റൂട്ടിനെയാണ് റൂട്ട് സോൺ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം മാൽവ ഒരു ടിപ്പിക്കൽ റൂട്ട് സോൺ ആണ്. അത് നോർത്ത് ഇന്ത്യയുടെ കണക്ട് ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺ കോസ്റ്റുമായിട്ട് ഡെക്കാനായിട്ട്. ഇവിടെ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ട്രഡീഷൻ ഒന്നുമില്ല അവിടെ, കാരണം മൈഗ്രൻസ് ആണല്ലോ, ഒരുപാട് ആൾക്കാർ സെറ്റിൽ ചെയ്യുന്ന സ്ഥലം. പല 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 രീതിയിലുള്ള പൊളിറ്റിക്കൽ ട്രഡീഷൻ ആണ് ഉള്ളത്. ഒരു മൊസൈക്ക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ സ്ട്രക്ചർ ആണ്. മൊസൈക്ക് കണ്ടില്ലേ, പല 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 മൊസൈക്ക് കണ്ടിട്ടില്ലേ, നമ്മളെ ചിപ്സ് എന്നൊക്കെ പറയും, നിലത്തിലിട്ട് മൊസൈക്ക് പോലെയാണ്. റൂട്ട് സോൺ ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് the zones of relative isolation. The zones of relative isolation are relatively inaccessible and geographically lesser conducive areas for human settlement. കേട്ടോ, zones of relative isolation. Zones of relative isolation, relatively inaccessible and geographically lesser conducive areas for human settlement. മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത ഏരിയകളാണ്, നമുക്ക് അത്ര ആക്സസ് കുറവുള്ള സ്ഥലങ്ങളെയാണ് റിലേറ്റീവ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന വേർഡ് കേട്ടാൽ തന്നെ അറിയാലോ, ഐസൊലേറ്റ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, മനുഷ്യന് അത്ര സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റാത്ത ഏരിയകളാണ്. ലഡാക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബൈക്കെടുത്ത് റൈഡിന് പോകാന്നല്ലാണ്ട് അവിടെ പോയി സെറ്റിൽ ചെയ്യാനൊന്നും നടക്കുന്ന കേസല്ല. ലഡാക്ക് ഫോർ ഇൻസ്റ്റൻസ് ഇസ് നോട്ട് ഓൺലി ഐസി കോൾഡ് ബട്ട് റിലേറ്റീവ്ലി കട്ട് ഓഫ് ഡ്യൂ ടു ഹൈ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് therefore has sparse settlement. വളരെ കുറച്ച് സെറ്റിൽമെന്റ് ഉള്ള സ്ഥലങ്ങളാണ് ഈ ലഡാക്ക്. കേട്ടോ, ഒരു ലഡാക്കിൽ ഒരു വില്ലേജ് ആണ്. വില്ലേജ് ഇൻ ലഡാക്ക് റീജിയൻ ഇസ് റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ഡ്യൂ ടു ഹൈ മൗണ്ടൻ റേഞ്ചസ്. ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്
കിരൺമയി എന്താ പേര്, കിരൺമയി ബുഷിയാണ് എന്താ പറയാ ഒരു ട്രിബ്യൂട്ട്. നിങ്ങള് The northern part of the country is hilly and mountainous and represents several zones of relative isolation. Like the northern part of country, നമ്മുടെ ഒത്തിരി നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഹില്ലി ആണ്, മൗണ്ടൈൻ ആണ്, ഹിമാലയ ഒക്കെ വരുന്ന സ്ഥലങ്ങൾ. ഇവിടെ സെവറൽ സോൺസ് ഉണ്ട്. ഈ ഐസൊലേറ്റഡ് ആയിട്ട് സെവറൽ സോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? The area in the northern arc. This is constituted by the region of adjoining the borders of Baluchistan and Afghanistan. Baluchistan, Afghanistan, ഇന്ത്യയും കൂടി കൂടിച്ചേരുന്ന ആ ഒരു ഏരിയ ആണ് ഏരിയ ഇൻ ദ നോർത്തേൺ. അതൊരു എന്താണെന്നാണ് പറയുന്നത്? ഒരു ഐസൊലേറ്റഡ് ഏരിയ ആണ്. It is inhabited by loosely organized tribes who have been Islamized. അവിടെ ലൂസ്ലി ഓർഗനൈസ്ഡ്, വലിയ ഓർഗനൈസ്ഡ് ഒന്നും ആവാത്ത ട്രൈബുകളാണ്. അവര് ഇസ്ലാമിസൈസ്ഡ് ആണ്, അതായത് മുസ്ലിംസ് ആണ്. കാരണം അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഒക്കെ ആയിട്ടുള്ള രണ്ട് ഇസ്ലാം കൺട്രീസ് ആണ്. രണ്ടാമത്തത് the areas ground Gilith and Jammu and Kashmir having a unique cultural tradition assimilating Hindus from the plains. ഇനി ഏരിയാസ് ഓഫ് ഗിലിത്തും ജമ്മു ആൻഡ് കാശ്മീറും ഒരു യൂണീക് കൾച്ചറൽ ട്രഡീഷൻ ആണ്. അവിടെ ഹിന്ദുസ് ആണ് വരുന്നത്. ഉള്ള കുറച്ച് ആളുകളെ കാര്യമായിട്ട് പറഞ്ഞത്. The areas along the Himalaya in the plains extending through Nepal border, Bhutan and Sikkim, and place where Brahmaputra river enters Assam plains. These represent dual cultural influence that is of Tibetan Buddhism and Hindu beliefs transmitted from the plains. ഇനി മൂന്നാമത്തത് ഹിമാലയയും നേപ്പാൾ ബോർഡറും ഭൂട്ടാനും സിക്കിം കൂടിച്ചേരുന്ന സ്ഥലം. ഇവിടെ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഡ്യുവലാ, ഹിന്ദുയിസം ഉണ്ട് ബുദ്ധിസം ഉണ്ട്. In the hilly and forested tracts of the northeast, the area between Burma and India, the area is home of various tribes reflecting southeastern influence. എവിടെ? നമ്മുടെ ബർമയും ഇന്ത്യയും കൂടി ചേർന്ന സ്ഥലം. ഇനി അഞ്ചാമത്തത് Rajapakna Marwar is a region of relative isolation in the northwest India. Since the 10th century, is inhabited by the Rajputs and other refugees from Muslim invaders who established their culture over the scattered tribes of the region. ഈ Rajapakna Marwar regionില് Rajputs അവിടെ പോയിട്ട് ഒരു മുസ്ലിം കൾച്ചറാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഈ അഞ്ചെണ്ണാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഏതാ പറഞ്ഞുകൊണ്ടിരിക്കും? മൂന്നാമത്തെ സോൺ ആയത് റിലേറ്റീവ് ഐസൊലേഷൻ. വലിയ സെറ്റിൽമെന്റ് ഒന്നും ഇല്ലാത്ത കുറച്ചൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തിനെയാണ് റിലേറ്റീവ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അത് അഞ്ചായിട്ടാണ് സെവറൽ സോൺസ്, 5 സെവറൽ സോൺസ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ മെയിൻ ആയിട്ട് അഞ്ചെണ്ണാണ്. ഒന്ന് ഏതാണ്? നോർത്തേൺ ആർക്ക്. അവിടെ ആരൊക്കെയാ? ബലൂചിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും കൂടി ചേർന്ന സ്ഥലമാണ്. അവിടെ കുറച്ചുകൂടി ഇസ്ലാമൈസ്ഡ് ആണ്. ഇനി ഗിലിത്ത് ജമ്മു കാശ്മീറും കൂടി ചേർന്ന സ്ഥലത്ത് ഇന്ത്യയും കൂടി ഗിലിത്തും ജമ്മു ആൻഡ് കാശ്മീറും അവിടെ ഹിന്ദുസ് ആണ്. പിന്നെ ഭൂട്ടാന് സിക്കിം ബോർഡറും നേപ്പാളും ഇന്ത്യയും ബ്രഹ്മപുത്ര റിവറിന്റെ കൂടെ ഒക്കെ ചേർന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഡ്യുവൽ കൾച്ചറാണ്, ടിബറ്റിയൻ ബുദ്ധിസം ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്. ഇനി ഹില്ലി ഫോറസ്റ്റ് ട്രാക്ട്സ് ഉണ്ട്, അതായത് ബർമയുടെയും ഇന്ത്യയുടെയും. അവിടെ വരുന്നത് ഒരു സൗത്ത് ഈസ്റ്റേൺ ഇൻഫ്ലുവൻസ് ട്രൈബ്സ് ആണ് ഉള്ളത്. പിന്നെ രജപക്ന മർവാർ റീജിയൻ ഉണ്ട്, അവിടെ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. അവിടെ എന്താണ്? രജപുത്സ് 10ാം നൂറ്റാണ്ടിൽ കുടിയേറി പാർത്തോണ്ട് അവിടെ മുസ്ലിം ഒരു ഇൻവാഡേഴ്സ് ആണ്, അവരുടെ കൾച്ചറാണ് ഉള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റിന് ഇപ്പൊ കുറച്ച് ഇഷ്ടമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ല രസമില്ല ഇന്ത്യയുടെ ചരിത്രം ഇങ്ങനെ പഠിക്കാൻ. In addition, there are 2 significant zones of isolation in central India. These are ഇവിടെ 2 significant zones of isolation കൂടി ഉണ്ട് സെൻട്രൽ ഇന്ത്യയിൽ. അതേതൊക്കെയാണ്? This is the area running through Vindhya Mountain, eastern Gujarat, Narmada River, eastern Banaras from where Kaumur Hills are visible. നോർത്ത് ഇന്ത്യയിൽ സെൻട്രൽ ഏരിയയിലുള്ള 2 ഐസൊലേഷൻ സോൺസ് ആണ്. ഒന്ന് വിന്ധ്യ മൗണ്ടനും ഈസ്റ്റേൺ ഗുജറാത്തും നർമ്മദ റിവറും ഈസ്റ്റേൺ ബനാറസും കൂടി ചേർന്ന സ്ഥലം കൗമുരി ഹിൽസ് ആണ്. രണ്ടാമത് ദ മൗണ്ടൻ ടെറൈൻ സൗത്ത് ഓഫ് വിന്ധ്യ റേഞ്ച്, നോർത്തേൺ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, നോർത്ത് വെസ്റ്റേൺ ഒറീസ ആൻഡ് സൗത്തേൺ ഈസ്റ്റ് ഇന്ത്യ. ഇതാണ് രണ്ടാമത്. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന 7 സ്ഥലങ്ങൾ, 7 ഭൂസ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇന്ത്യയുടെ സിവിലൈസേഷൻ പഠിക്കാൻ 3 ബ്രോഡ് ജിയോഗ്രഫിക്കൽ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പെരിനിയൽ ഓർ ന്യൂക്ലിയർ, അത് സെറ്റിൽമെന്റ് ആണ്. വളക്കൂറുള്ള സ്ഥലങ്ങൾ, റൂട്ട് സോൺ, ഈ വളക്കൂറുള്ള സ്ഥലങ്ങളിലേക്ക് റൂട്ടായി മാറുന്ന റൂട്ട് സോൺ. പിന്നെ റിലേറ്റീവ് ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, എല്ലാരും പറ, മനസ്സിലാവുന്നുണ്ടോ?
അപ്പം viewing India from a structural and cultural perspective. Last topic ആണ് viewing India from a structural and cultural perspective. The social structure and culture of Indian civilization is deeply influenced by its past. കേട്ടോ, നമ്മുടെ കൾച്ചറും സോഷ്യൽ സ്ട്രക്ചറും ഒക്കെ പാസ്റ്റിൽ നിന്ന് വന്ന തന്നെയാണ്. The history of Indian civilization revealed that religion, economy, and politics played a significant role in shaping the social structure and culture. നമ്മുടെ സോഷ്യൽ കൾച്ചറും സ്ട്രക്ചറും ഒക്കെ ഷേപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിലീജിയൻ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ പൊളിറ്റിക്സും ഒക്കെ കൂടി ചേർന്നിട്ടാണ്. It is the mythic religious past and direct political past strongly depend upon the economy, which provide a basis to understand mutual alliances and tensions between the various regional political entities that existed in pre-colonial India. അവിടെ mythic religious past ഉം direct political past ഒക്കെ എടുത്താലാണ് pre-colonial ഇന്ത്യയിലുള്ള political entities, അതായത് പൊളിറ്റിക്സും സ്ട്രക്ചറും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുക. Pre-colonial ആയത് ബ്രിട്ടീഷുകാർ വന്നു, അതിന് മുന്നേ ഉള്ള കാലമായിട്ട് പറയുന്നത്. The mythic and religious are intertwined with the political and myths such as those of scarred kingship are often invoked to justify present political hierarchies and relations. Or mythic and religious are intertwined. Myths and religion ഒക്കെ മിത്തുകളും മതങ്ങളൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് കിടക്കാണ്. അന്നത്തെ രാജഭരണവും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഇന്നുള്ള പൊളിറ്റിക്സും ഹൈറാർക്കിയും വരെ എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മളുടെ രാഷ്ട്രീയത്തിൽ മതമുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ രാഷ്ട്രീയങ്ങളിൽ മതം കൂടി ചേർന്നു. അങ്ങനെ തന്നെ വന്നതാണ്. ഒന്നാണ് ആ സ്ട്രക്ചർ വരുന്നത്. Numerous invasion, migration, and porous and accepting religion has added diversity in the population and given it an essentially pluralistic connection. കുറെ ഇൻവാഷൻസ്, കുറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നു. തോമസ് ലേഹയും മാലിക് ദിനാറും ഒക്കെ വന്നു, അല്ലെ? And porous and accepting religion has added diversity in the population and given it an essentially ഒരു pluralistic content ആക്കി മാറ്റി. However, this does not imply India may not be perceived as a singular entity unit, a nation. Structurally and culturally, Indian civilization is highly segmented and stratified. ഒറ്റൊന്നാക്കി പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ കൾച്ചറും സ്ട്രക്ചറും ഹൈലി സ്ട്രാറ്റിഫൈഡ് ആണ്. പല സ്ട്രാറ്റ, പല ഗ്രൂപ്പുകളായിട്ടാണ് കിടക്കുന്നത്. Hinduism is not a doctrinal region and more of a way of life. Hinduism മാത്രമല്ല, the subcontinent has allowed the flourishing of religions such as Buddhism, Jainism, Sikhism, and accepted outside regions like Islam and Christianity. Hinduism മാത്രമല്ല, അവിടെ തന്നെയുള്ള ഫ്ലറിഷിംഗ് റിലീജിയൻസ് ആണ് ബുദ്ധിസം. ഇന്ത്യയിൽ തന്നെയുള്ളതാണ് ജൈനിസം, സിഖിസം. ആക്സെപ്റ്റ് ചെയ്ത് വന്നതാണ് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി ഒക്കെ. Thus, the religious past of India manifests a high level of differentiation and absorption of diverse elements. അതുകൊണ്ട് തന്നെ റിലീജിയസ് പാസ്റ്റിന്റെ ഇന്ത്യയിൽ എന്തുണ്ട്? ഹൈ ലെവൽ ഓഫ് ഡിഫറൻസിയേഷൻ. ഇവിടെ തന്നെ ഫ്ലറിഷ് ആയി വന്നതുകൊണ്ട്, ഇവിടെ ഉണ്ടായി വന്ന ഹിന്ദുസും ഉണ്ട്, പുറത്തുനിന്ന് വന്ന് അക്സെപ്റ്റ് ചെയ്ത മതങ്ങളും ഉണ്ട്. ദ ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് ഹൈറാർക്കി ഓഫ് വർണ്ണ ഓർഡർ. വർണ്ണ ഓർഡർ നിറത്തിന്റെ ബേസിലുള്ള ഹൈറാർക്കി. ആൻഡ് ദ profiling Jati system is an all-encompassing system of social order that has so permeated the Indian subcontinent that incoming religions such as Islam and Christianity have also accepted social order in practice, if not in an ideology. Kando, great tradition of India varunana hierarchy of varna order, varnavari, color and such, and Jati system, all-encompassing system of social order that has so permeated the Indian subcontinent. The incoming religion, Islam, Christianity also accepted your practices. The present day social and political order draws significantly from the past in letting the caste system of Varna and local Jadis play significant role in the arena of power dynamics and information of social networks. ഈ ജാതി എന്താണ് ലോക്കൽ ജാതീസും വർണ്ണമൊക്കെ ആ ഒരു സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഫോമിങ്ങിലും പവർ, അല്ലെ? ബ്രാഹ്മിൻസ് തന്നെയായിരുന്നു പവർഫുൾ ആയിട്ടുള്ളവര്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്നത്, അല്ലെ? അത് ഇപ്പോഴും ഒരു പരിധി വരെ ഉണ്ടെന്ന്. Even in contemporary India, a person's identity is linked to his or her jati and varna. നമുക്കാണ് സെക്കൻഡ് നെയിം ഇല്ലത്, അവിടെ ചോദിക്കും സെക്കൻഡ് നെയിം നിർബന്ധ and legitimized by reference to some imagined and mythical past. പറഞ്ഞു വരുന്ന ഇത്രയാണ്. സ്ട്രക്ചർ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് റിലീജിയനും എക്കണോമിയും പൊളിറ്റിക്സും ആയിട്ട് കൂട്ടിപ്പടഞ്ഞ് കിടക്കണം. ഏറ്റവും കൂടുതൽ റിലീജിയസിലെ കാര്യങ്ങളാണ്. പല റിലീജിയസ് ഇവിടെ ഫ്ലറിഷ് ചെയ്തതും പലത് നമ്മൾ വന്ന് ആക്സെപ്റ്റ് ചെയ്താണ് ഒക്കെ കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ട്രക്ചർ ഈ റിലീജിയസ് അല്ലെങ്കിൽ വർണ്ണ ഓർഡർ പ്രൊഫൈലിംഗ് ജാതി സിസ്റ്റത്തിലൊക്കെ
കൂട്ടുപിടഞ്ഞ് കിടക്കാണ്. ഇപ്പൊ കണ്ടംപററി ഇന്ത്യയിൽ പോലും അത് ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടെ നമ്മുടെ എന്താ പറയാ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫ്രീ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഫുൾ ക്ലാസ്സസ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം. ഈ ഒരു യൂണിറ്റിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയുണ്ട് ഫ്രീ ക്ലാസ്സസ്. ഇന്ത്യൻ സൊസൈറ്റി ഇവിടെ തീരാണ്. ഫിലോസഫി ടോപ്പിക് മാം പറഞ്ഞില്ലല്ലോ. ഏത്? ഡിസ്കോഴ്സസ് ഓഫ് ഇന്ത്യാസ് സിവിലൈസേഷണൽ യൂണിറ്റി. അത് വേണ്ടാത്ത ഒരു നോട്ട് ഇമ്പോർട്ടന്റ് ഏരിയ. ഒത്തിരി ഇമ്പോർട്ടന്റ് അല്ലാത്ത ഏരിയാസ് ഒക്കെ വെറുതെ കൺഫ്യൂഷൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസും ലെസ് ഇമ്പോർട്ടന്റ് നോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കുന്നത്. അതായത് ഞാൻ എന്താ അറിയോ, ഇലക്ടീവ് പേപ്പേഴ്സിൽ ഒത്തിരി നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ കുറച്ച് ഏരിയാസ്, ഒത്തിരി വേണ്ടാത്ത ഏരിയാസ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ വീണ്ടും കാണാം. അതുവരെ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ. പെട്ടെന്ന് ഓടുന്നത് എനിക്ക് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങാനുണ്ട് കേട്ടോ. ബൈ.